ന്യൂമാഹി MM എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ഭരണഘടനാ സാക്ഷരതാ യജ്ഞം പരിപാടിയോടനുബന്ധിച്ച് അറിയാനുള്ള അവകാശ സമ്മേളനം ന്യൂമാഹി MM ഹയർ സെക്കൻഡറി സ്കൂൾ റൂഫ് ടോപ്പ് ഓഡിറ്റോറിയത്തിൽ കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് A. മുഹമ്മദ് മുസ്താഖ് ഉദ്ഘാടനം ചെയ്തു. ജനസംഖ്യയാണ് രാജ്യത്തിന്റെ ശക്തിയെന്നും ആ ശക്തിയിലാണ് രാജ്യം സാമൂഹിക മേഖലയിൽ കുതിച്ചുചാട്ടം നടത്തുന്നതെന്നും ഭാവിയിൽ ലോകരാഷ്ട്രങ്ങളുടെ നിയന്ത്രണം ഇന്ത്യക്കായിരിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന സംഭവത്തെയാണ് നമ്മൾ ഇവിടെ പത്രക്കാരുണ്ടാവും. പത്രത്തിന്റെ സബ്സ്ക്രിപ്ഷൻ കൂടിയോ കുറഞ്ഞോ എന്ന് നിങ്ങൾ അവരോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ അറിയിച്ചു. പല പ്രസിദ്ധീകരണങ്ങളും, അതായത് ഫിസിക്കൽ കോപ്പി പ്രസിദ്ധീകരണങ്ങളും നിലച്ചു പോകുന്ന രീതിയിലേക്ക് വാർത്താമാധ്യമങ്ങൾക്ക് ശ്രദ്ധയില്ലാതെ പോകുന്നല്ലോ. ദൃശ്യമാവുകളും നമ്മൾ പലപ്പോഴും സ്വാഭാവികമാണ് അതിൻ്റെ രീതികളോട് നമുക്ക് യോജിച്ചു പോകാൻ സാധിക്കുന്നില്ല. താല്പര്യങ്ങൾ മുൻനിർത്തിയിരിക്കുന്ന ഒരു യോഗം നമുക്ക് അതിനോടും ഒരു വെറുപ്പ് തോന്നുന്നല്ലോ. അങ്ങനെയെല്ലാം സ്ഥാപിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിൽ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ സംസ്കാരം. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു മൂല്യവും ആ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഭരണഘടനയും കാണുന്നത്. ആ വാല്യൂസ് നമുക്കറിയില്ല. സമൂഹ പ്രസക്തിയും രാഷ്ട്ര പ്രസക്തിയും നിലനിർത്തി മാനുഷിക മൂല്യമുള്ള സമൂഹത്തെ സൃഷ്ടിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉപഹാര സമർപ്പണം നടത്തുന്നത് അഡ്വക്കേറ്റ് T. ആസിഫലി. മിസ്റ്റർ ശിവരാജ് മീന അദ്ദേഹത്തെയും ഞങ്ങളുടെ ഉപഹാരം സ്വീകരിക്കാനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഗവൺമെന്റ് ഓഫ് കേരള മിസ്റ്റർ CK ഫൈസൽ അദ്ദേഹത്തെയും ഞങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ ഉപഹാരത്തിനായി MM ഹയർ സെക്കൻഡറി സ്കൂൾ റൂഫ് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. MM എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് T. ആസിഫലി അധ്യക്ഷത വഹിച്ചു. ഈ പരിപാടി അതിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു പരിപാടിയാണ് ഇന്നിവിടെയായ കേരളത്തിലെ വളരെ പ്രശസ്തനായ ഭരണഘടന ഒരു പൗരനിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന കടമകളെ കുറിച്ച് സൊസൈറ്റിയുടെ ഒരു ഉത്തരവാദിത്തമായി നാം കാണുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയുടെ ഭാഗമായി ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന അറിയാനുള്ള അവകാശം ഏറ്റവും ശാക്തീകരിച്ചിരിക്കുന്ന ഒരു വിപ്ലവ നിയമമാണ്. ഓരോ പൗരനും നൽകിയിരിക്കുന്ന ഇന്ത്യൻ ഭൂപടത്തിൽ അധിവസിച്ചുള്ള സമ്മേളനവും വരും നാളുകളിൽ ഇവിടെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പാർലമെന്ററി വ്യവസ്ഥയെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചുമെല്ലാം കൂടി എന്ന് പറഞ്ഞ ഒരു വിചിത്രമായ വളരെ നൂതനമായ ഇവിടെ ഇതിനു മുമ്പ് സംഘടിപ്പിച്ച വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു പരിപാടിയായി. ഇതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ പരിപാടിയുടെ ഔപചാരികമായ ഓഡിറ്റോറിയത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാന്യനായ പാർട്ടിയുടെ വിജയത്തിലൂടെ എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കും. And this is especially for Manchester Drive and especially the plan for RTK, right to information. See, this is the most important tool for any democracy or any constitution. See, മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ശിവരാജ് മീണ, ഡെപ്യൂട്ടി നിയമ സെക്രട്ടറി CK ഫൈസൽ എന്നിവർ സംസാരിച്ചു. MMUP സ്കൂൾ പ്രധാന അധ്യാപകൻ V. അബ്ദുൾ അസീസ് നന്ദി പറഞ്ഞു. വേദിയിൽ വെച്ച് വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും നൽകി.